മുസ്ലിം സമുദായത്തിനിടയിൽ SDPI കരുത്താർജിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDPIയുടെ കരുത്ത് കണ്ടതാണ് നമ്മൾ. നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് SDPI ആണ്. SDPI വോട്ടുകൾ ശിവൻകുട്ടിക്ക് അനുകൂലമായി വീണപ്പോൾ അദ്ദേഹം ജയിച്ചു കയറി. ഇത്തവണ 28 മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ നിർണയിക്കാൻ SDPIക്ക് കഴിവുണ്ട്. ആ മണ്ഡലങ്ങളെയാണ് പൊളിറ്റിക്സ് കേരള പരിചയപ്പെടുത്തുന്നത്. 28 മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം, ആര് തോൽക്കണം എന്ന് SDPI തീരുമാനിക്കും. തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളാണ് SDPIക്ക് സ്വാധീനമുള്ളത്. ഒന്ന് നേമം, 2 തിരുവനന്തപുരം സെൻട്രൽ. ഈ 2 മണ്ഡലങ്ങളിൽ SDPI സ്വാധീനം അവഗണിക്കാനാവാത്ത വസ്തുതയാണ്. കൊല്ലത്ത് കരുനാഗപ്പള്ളി SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ആലപ്പുഴയിൽ കായംകുളവും അമ്പലപ്പുഴയും SDPI കരുത്ത് കാട്ടുന്ന സ്ഥലങ്ങളാണ്. എറണാകുളത്ത് കളമശ്ശേരി, പെരുമ്പാവൂർ എന്നീ 2 നിയമസഭാ മണ്ഡലങ്ങൾ SDPIയുടെ കരുത്തിൻ്റെ പ്രതീകങ്ങളാണ്. കോട്ടയത്ത് പൂഞ്ഞാർ SDPIക്ക് കരുത്തുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ തവണ PC ജോർജ് പൂഞ്ഞാറിൽ തോറ്റത് SDPIയുടെ കരുത്ത് കൊണ്ടാണ്. മലപ്പുറം ജില്ല നോക്കിയാൽ 16 നിയോജക മണ്ഡലങ്ങളിലും നിലമ്പൂരടക്കമുള്ള 16 നിയോജക മണ്ഡലങ്ങളിലും SDPIക്ക് ശക്തമായ സ്വാധീനമുണ്ട്, അവഗണിക്കാനാവാത്ത സ്വാധീനമുണ്ട്. ഇവിടെ SDPI വോട്ടുകൾ സാധാരണ മുസ്ലിം ലീഗിലേക്ക് പോവുകയാണ് പതിവ്. തവന്നൂർ, പൊന്നാനി എന്നീ 2 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ LDF ജയിച്ചു കയറിയത് SDPI വോട്ട് കൊണ്ടാണ് എന്നത് വ്യക്തമാണ്. തവന്നൂരും പൊന്നാനിയുമാണ് മലപ്പുറത്ത് കഴിഞ്ഞ തവണ LDF വലിയ വിജയം നേടിയത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ്, ഉദുമ ഈ 3 മണ്ഡലങ്ങളിലും SDPI കരുത്തരാണ്. പ്രത്യേകിച്ചും മഞ്ചേശ്വരത്ത് ഇത്തവണ SDPI മത്സരിക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. മഞ്ചേശ്വരത്ത് 25,000-ഓളം വോട്ടുകൾ SDPIക്കുണ്ട്. ഇവിടെ മുസ്ലിം ലീഗിനാണ് സീറ്റ്. ഇത്തവണ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ജയത്തെ വല്ലാതെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. SDPI മുസ്ലിം സമുദായത്തിനിടയിൽ ശക്തമായി വളരുകയാണ് എന്നതിൻ്റെ സൂചനയാണ് മേൽപ്പറഞ്ഞ 28 മണ്ഡലങ്ങൾ. ഈ 28 മണ്ഡലങ്ങളിൽ LDF ജയിക്കണോ, UDF ജയിക്കണോ, BJP ജയിക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് SDPI ആയിരിക്കും. SDPIയെ പരസ്യമായി തള്ളി പറയുന്നുണ്ടെങ്കിലും അവരുടെ വോട്ടുകൾ LDFനും UDFനും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അവരുമായി നീക്കുപോക്ക് ഇലക്ഷൻ കാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കാറുണ്ട് UDFും LDFും. പക്ഷേ പ്രത്യക്ഷത്തിൽ അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നു. മറ്റൊന്ന്, SDPIക്ക് ബദലായി വരുന്ന ഒരു പ്രസ്ഥാനം വെൽഫെയർ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയായ വെൽഫെയർ പാർട്ടി. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് SDPIയെ പോലെ യുവാക്കളുടെ മേൽ സ്വാധീനമുറപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് വെൽഫെയർ പാർട്ടിയുടെ പരാജയമാണ്. SDPI അങ്ങനെയല്ല. യുവാക്കളുടെ മേൽ ശക്തമായ സ്വാധീനം, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. കേഡർ സ്വഭാവമനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ BJP, CPM സംഘടനകളെ പോലെ തന്നെ കേഡർ സ്വഭാവത്തിൽ ഇവരും പ്രവർത്തിക്കുന്നു. അതാണ് SDPIയുടെ പ്രത്യേകത. SDPI 28 മണ്ഡലങ്ങളിലെ ജയപരാജയം തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അത് അവരുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ അവർ വളർന്നിരിക്കുന്നു ഇപ്പോൾ. മുസ്ലിം സമുദായത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ SDPI നല്ല വളർച്ചയാണ് നേടിയിരിക്കുന്നത്. ഇടത് കോട്ടകളായ കായംകുളത്തും അമ്പലപ്പുഴയും ഒക്കെ SDPIയുടെ വളർച്ച അസാധാരണമായ ഒരു വളർച്ചയാണ്. മുസ്ലിം സമുദായത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ SDPIക്ക് വലിയ സ്വീകാര്യതയാണ് മുസ്ലിം യുവാക്കൾക്കിടയിൽ ലഭിക്കുന്നത് എന്നതും ശ്രദ്ധേയം. എന്തായാലും 28 മണ്ഡലങ്ങളിലെ ജയപരാജയം ഇത്തവണ SDPI തീരുമാനിക്കുമ്പോൾ കേരളം ആര് ഭരിക്കണം എന്നുകൂടി അവർ തീരുമാനിക്കും.